ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഗെറ്റ് റെഡി ചെയ്യുന്നതിന് വേണ്ടിയാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒരു മസാല ദോശ കഴിക്കുന്നതിന് വേണ്ടി മാത്രം പോകണേ കേട്ടോ. ഒത്തിരി നാളായി അതൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മോയ്സ്ചറൈസർ ഞെക്കി പിഴിഞ്ഞിട്ട് മുഖത്ത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. അതിന് ശേഷം സൺസ്ക്രീൻ ലോയ അനുസരിച്ച് 3 ഫിംഗർ ലോയ അനുസരിച്ചുള്ള സൺസ്ക്രീൻ നന്നായിട്ട് ഞാൻ മുഖത്തും കഴുത്തിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ പിരുകം ഒന്ന് ഷേപ്പാക്കി വയ്ക്കുക അല്ലെങ്കിൽ വരച്ച് വയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ പിരുകം ത്രെഡ് ചെയ്തിട്ട് ഒത്തിരി നാളായി. ബ്ലേഡ് വെച്ചൊന്ന് ത്രെഡ് ചെയ്ത് പിന്നെ ഒത്തിരി തിന്നായി വന്നുകൊണ്ട് ഒന്ന് കട്ടിക്ക് വളരാൻ നോക്കിയിരിക്കണം. അതിങ്ങനെ ഒരുപാട് കരി വരച്ച് ഗബ്ബർ സിങ്ങിനെ പോലെ ആയിപ്പോൾ ഒന്ന് തൂത്ത് കളഞ്ഞു കേട്ടോ, കുറച്ച് കരിയല്ല. ഇനി എൻ്റെ മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാമായിരിക്കാം എൻ്റെ മുഖത്ത് കുരു വന്ന പാടുകളും ഒരുപാട് കുരുക്കളും ഉണ്ടായി. 1.5 മാസം കൊണ്ടുണ്ടായ കുരുക്കളും പാടുകളൊക്കെയാണിത്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഒത്തിരി വാരി പൂശാൻ എനിക്ക് പിന്നെയും പേടിയാണ്. എന്നാൽ അതിനെ ഒന്ന് ലൈറ്റ് ആക്കുന്നതിന് വേണ്ടി കുറച്ച് ഓറഞ്ച് കളർ കറക്റ്റർ, അത് സ്വിസ് ബ്യൂട്ടിയുടെ ഓറഞ്ച് കളർ കറക്റ്ററും മെബിലിൻ്റെ കൺസീലറും കൂടെ രണ്ടും കൂടെ ഡോട്ടായിട്ട് ഞാൻ ഇടകലർത്തി എൻ്റെ മുഖത്ത് ഇട്ടതിന് ശേഷം നനഞ്ഞൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തുവിട്ട മുഖം ശരിക്കും. അതിന് ശേഷം നമ്മൾ കാജലാണ് വരയ്ക്കുന്നത്. കണ്ണിൻ്റെ താഴെ മാത്രമാണ് ഞാൻ കാജൽ ഇപ്പോൾ വരയ്ക്കണത്. അപ്പോൾ ഈ കോർണറിലൊക്കെ ശരിക്കും ഒന്ന് കട്ടിക്ക് കൊടുത്തിട്ട് സ്മഡ്ജ്ഡ് ലുക്ക് തോന്നിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ശരിക്കും ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യിലിരുന്ന ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടു. ഇപ്പോൾ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇത്രയൊക്കെ മതി, ഒരുപാട് ചെയ്ത് കൊളാക്കണ്ടല്ലോ എന്നോർത്ത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പൗഡർ ഉണ്ട്, അതായത് ബനാന പൗഡറില്ലേ, ഫോറെവറിൻ്റെ ബനാന പൗഡറാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ മുടിയൊക്കെ ഉണങ്ങി നമുക്ക് വേറെ ഒരു മുഖത്തിന് ഇച്ചിരിയും കൂടെ ഒരു ഇതായി വന്നിട്ടുണ്ട്, മുടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് മാത്രം ഒരുങ്ങിയാൽ പോരാ, ഞാനൊരു അമ്മയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഒരുക്കണം. അപ്പോൾ ഏഞ്ചലിനെ വിളിച്ച് നിർത്തി ഇനി അടുത്തത് പുള്ളിക്കാരിനെ മുടി ഒന്ന് സെറ്റാക്കണം. അപ്പോൾ എങ്ങനെ കെട്ടണം എന്നുള്ളൊരു ഡിസ്കഷനിലാണ്. അപ്പോൾ പിന്നിട്ടാണ് ഞാൻ എപ്പോഴും പുറത്തേക്ക് കൊണ്ടുപോകാറുള്ളത്. പക്ഷേ ഇന്ന് പിന്നുണ്ടായി ഇതുപോലെ കെട്ടിത്തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് പൊക്കി കെട്ടണമെങ്കിൽ പിന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അവക്കടെ മുടി ശരിക്കും താത്തി കഴിഞ്ഞിട്ട് അത് ഒരു പോണിറ്റെയിൽ കണക്ക് ജസ്റ്റ് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇനി കാജൽ എഴുതി കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ താഴെ മാത്രമായിട്ട് കാജൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതെല്ലാം 2 കണ്ണിനും ശരിക്കും എഴുതി കൊടുക്കണ്ട. കാരണം പുള്ളി ഞാൻ എഴുതണ കണ്ടപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പിരുകത്തിൽ ഒരിക്കലും ഏഞ്ചൽ എന്നെക്കൊണ്ട് തൊടിയിക്കാറില്ല. ചെറുപ്പത്തിൽ അറിവില്ലാത്ത സമയത്ത് പിരുകമൊക്കെ വരച്ച് കറുപ്പിച്ച് വെച്ചതാണെങ്കിലും ഇപ്പോൾ അങ്ങനെ എഴുതിക്കാറില്ല. പക്ഷേ എഴുതിക്കാറില്ല എന്ന് പറഞ്ഞാൽ കട്ടിക്ക് എഴുതാനേ അവൾക്ക് ഇഷ്ടമല്ല, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് 2 പിരുകവും, കാരണം വളർന്നു വരുമ്പോൾ ഒന്ന് കട്ടിക്ക് പിരുകം ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്ത് ശരിക്കും ഒന്ന് അത് ജസ്റ്റ് ഒന്ന് അത് പിരുകം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ കയ്യിലിരുന്ന് ഏതോ ഒരു കമ്മലൊക്കെ ഇട്ട് മോടി ഇങ്ങനെയൊക്കെ ഒന്ന് വാരി കെട്ടിയിട്ട് ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷ.